വെളുപ്പ് ഉറപ്പു നൽകും പരമ്പരാഗത വൈദ്യം. ഇന്നത്തെ കാലത്തെ പോലെ ക്രീമുകളും ബ്യൂട്ടി പാർലറുകളും ഒന്നുമില്ലെങ്കിലും പണ്ടുകാലത്തെ സ്ത്രീകൾ സുന്ദരിമാരായിരുന്നു. ഇന്നത്തെ പോലെ ചർമ്മപ്രശ്നങ്ങളും വളരെ കുറവ്. ഇതിനുള്ള പ്രധാന കാരണം അവരുടെ ജീവിതരീതികളും ഭക്ഷണരീതികളുമായിരുന്നു. യാതൊരു കൃത്രിമ ചേരുകളുമില്ലാതെ ഉപയോഗിച്ചിരുന്ന സൗന്ദര്യ സംരക്ഷണ ചേരുവകളും. മുത്തശ്ശി വൈദ്യമെന്നോ പരമ്പരാഗത വൈദ്യമെന്നോ ഒക്കെ അതിനെ പേരിട്ട് വിളിക്കാം. യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ 100% ഫലം ഉറപ്പു നൽകുന്ന പല സൗന്ദര്യവർദ്ധക മാർഗങ്ങളും പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവയൊന്നും പരീക്ഷിക്കാതെ കൃത്രിമ വഴികളിലൂടെ പോകുന്നതാണ് പലപ്പോഴും ദോഷകരമായ പ്രശ്നങ്ങൾ വരുത്തിവെക്കുന്നത്. ചർമ്മത്തിന്റെ നിറം വലിയ കാര്യമല്ലെന്ന് പറയുമ്പോഴും വെളുപ്പ് നിറം എല്ലാവരെയും മോഹിപ്പിക്കുന്ന ഒന്നുതന്നെയാണ്. കറുപ്പിന് ഏഴഴകെന്ന് പറയുമ്പോഴും വെളുത്ത ചർമ്മത്തിനായി ആളുകൾ പല പ്രയോഗങ്ങളും നടത്തും. വെളുപ്പ് നിറം സ്ത്രീയും പുരുഷനും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിനായി പരീക്ഷിക്കാത്ത വഴികളുമുണ്ടാകില്ല. വിപണിയിൽ ലഭിക്കുന്ന പല ക്രീമുകളിലും ബ്യൂട്ടി പാർലറുകളിലും വെണ്മയുടെ രഹസ്യം തേടി നമ്മൾ പോവാറുണ്ട്. എന്നാൽ ഇത് പലപ്പോഴും ഗുണം തരില്ലെന്ന് മാത്രമല്ല, പാർശ്വഫലങ്ങൾ നൽകുകയും ചെയ്യും. ചില ക്രീമുകൾ താൽക്കാലിക ഗുണം നൽകുമെങ്കിലും പലപ്പോഴും ഇവയിലെ കെമിക്കലുകൾ പാർശ്വഫലങ്ങളാണ് നൽകുക. വെളുത്ത നിറത്തിന് ഏറ്റവും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ പരീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവ ദോഷമുണ്ടാക്കില്ലെന്ന് മാത്രമല്ല, പ്രയോജനം നൽകും. ചെലവും ഏറെ കുറവാണ്. ചർമ്മത്തിന് വെളുപ്പ് നൽകാൻ സഹായിക്കുന്ന പല ചേരുവകളും നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ളവയുമാണ്. തയ്യാറാക്കാനും ഉപയോഗിക്കാനുമെല്ലാം ഏറ്റവും എളുപ്പവും. പല കൂട്ടുകളും വെളുക്കാൻ മാത്രമല്ല, ചർമ്മത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും നല്ല മരുന്ന് കൂടിയാണ്. ഒന്നിലേറെ ഗുണങ്ങൾ നൽകുന്ന ചില പരമ്പരാഗത രീതികൾ നമുക്ക് നോക്കാം. മഞ്ഞളും ചന്ദനപ്പൊടിയും കലർത്തുക. ഇതിലേക്ക് പുളിയുള്ള തൈരും കലർത്തി മുഖത്ത് പുരട്ടാം. ഇത് ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കാനും മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കും. ചെറുനാരങ്ങാനീരും മഞ്ഞൾപ്പൊടിയും കലർത്തി പുരട്ടുന്നതും നല്ലതാണ്. നാരങ്ങാനീരിന് പ്രകൃതിദത്ത ബ്ലീച്ചിങ് കഴിവുണ്ട്. ഇതും ഇതിലെ വൈറ്റമിൻ സിയും ചർമ്മത്തിന് വെളുപ്പ് നൽകാൻ സഹായിക്കും. ഇതിനൊപ്പം മഞ്ഞൾ കൂടി ചേരുന്നത് ഫലം കൂടുതൽ ഉറപ്പു നൽകും. വെളിച്ചെണ്ണയിൽ മഞ്ഞൾ ചേർത്തിളക്കി പുരട്ടാം. ഇതും ചർമ്മത്തിന് നിറം നൽകും. വെളിച്ചെണ്ണയിലെ മോണോസാച്ചുറേറ്റ് ഫാറ്റി ആസിഡുകൾ ചർമ്മത്തിന് ഏറെ നല്ലതാണ്. ഇത് ചർമ്മത്തിന് വെളുപ്പ് നൽകാനും നല്ലതാണ്. കടുകെണ്ണ ഉപയോഗിച്ച് മഞ്ഞൾ അരച്ച് മുഖത്ത് പുരട്ടുക. ഇത് ചർമ്മനിറം വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. നല്ല ശുദ്ധമായ മഞ്ഞൾ കലർത്തി മുഖത്ത് പുരട്ടിയാലും മതിയാകും. മഞ്ഞളും കുങ്കുമപ്പൂ പൊടിച്ചതും കലർത്തി അല്പം പാലും ചേർത്ത് മുഖത്ത് പുരട്ടാം. ഇത് ചർമ്മത്തിന് നിറം നൽകുന്നതിന് സഹായിക്കും. കുങ്കുമപ്പൂ പാലിൽ കലർത്തി ഈ പാലിൽ മഞ്ഞൾ ചാലിച്ചാലും മതിയാകും. നല്ല പഴുത്ത പപ്പായ മഞ്ഞളുമായി ചേരുന്നത് ചർമ്മത്തിന് നിറം നൽകാൻ സഹായിക്കും. മഞ്ഞളും പാൽപ്പാടയും അല്ലെങ്കിൽ മഞ്ഞളും പാലും ചേർത്ത് മുഖത്ത് തേയ്ക്കുന്നതും വെളുക്കാനുള്ള മറ്റൊരു വഴിയാണ്. മഞ്ഞൾപ്പൊടി തേനിൽ കലർത്തുക. അല്പം വെള്ളവും ചെറുനാരങ്ങാനീരും ചേർത്ത് മിശ്രിതമാക്കുക. ഇത് മുഖത്ത് പുരട്ടുന്നത് നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ചെറുനാരങ്ങ ഉപയോഗിച്ചുള്ള സൗന്ദര്യ സംരക്ഷണ വിദ്യകളിൽ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നതാണ് നാരങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെ മുഖത്തെ പാടുകൾ മാറ്റുന്നതിനും വെളുക്കുന്നതിനും ചെറുനാരങ്ങ പലതരത്തിൽ ഉപയോഗിക്കാം. പനിനീര്, ചെറുനാരങ്ങാനീര് എന്നിവ കലർത്തി പുരട്ടുന്നത് മുഖത്തെ പാടുകൾ മാറാൻ ഏറെ നല്ലതാണ്. ചർമ്മത്തിന് നിറവും ലഭിക്കും. തേൻ, പാൽപ്പാട, ചെറുനാരങ്ങാനീര് എന്നിവ കലർത്തി പുരട്ടുന്നതും മുഖചർമ്മത്തിന് നിറം നൽകാൻ നല്ലതാണ്. പാലിൽ ഏതാനും തുള്ളി ചെറുനാരങ്ങാനീര് ചേർത്തിളക്കുക. ഇത് മുഖത്ത് പുരട്ടുന്നത് മുഖത്തിന് നിറം നൽകും, പാടുകൾ അകറ്റും. മുട്ടവെള്ള, ചെറുനാരങ്ങാനീര് എന്നിവ കലർത്തി മുഖത്ത് പുരട്ടുന്നതും മുഖത്തിന് നിറം നൽകാനും പാടുകൾ കളയാനും ഗുണകരമാണ്. ഓറഞ്ച് നീരും ചെറുനാരങ്ങാനീരുമായി ചേർത്ത് മുഖത്ത് പുരട്ടാം. വേണമെങ്കിൽ അല്പം തേനും ചേർക്കാം. ഓറഞ്ച് തൊലി ഉണക്കിപ്പൊടിച്ച് തൈരിലോ വെള്ളത്തിലോ കലർത്തി മുഖത്ത് പുരട്ടുന്നതും ഗുണം ചെയ്യും.